പാഥേയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ വാഗമണ്ണിലേക്ക് വരുന്ന സഞ്ചാരികൾ അധികമൊന്നും പോയിട്ടില്ലാത്ത ഒരു ഫിഷ് ഫാമിലേക്കാണ്. വാഗമൺ ഉപ്പുതറ റൂട്ടിലുള്ള KPM ഫിഷ് ഫാമിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വാഗമണ്ണിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഉപ്പുതറ റൂട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ഈ ഫിഷ് ഫാം ഉള്ളത്. ഈ വാഗമണ്ണിൽ ഉപ്പുതറ റൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ നല്ല മനോഹരമായിട്ടുള്ള റൂട്ടാണ്. ഒരുപാട് വ്യൂ പോയിൻറ്റുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള റോഡാണ്. ബൈക്ക് റൈഡേഴ്സിനാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഫിഷ് ഫാമിലേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് KPM ടൂറിസ്റ്റ് വില്ലേജ് എന്നുള്ളത്. ഇതൊരു പഴയ പാറമടയാണ്. പാറമട നവീകരിച്ച് ഒരു ഫിഷ് ഫാം ആക്കി മാറ്റിയിരിക്കുകയാണ്. ഫിഷ് ഫാം മാത്രമല്ല ഇവിടെ ഉള്ളത്, നല്ല മനോഹരമായിട്ടുള്ള ഒരു സെൻറ്റർ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. പോകുന്ന വഴിക്കൊക്കെ പാറമട ആയിരുന്നു എന്നത് സൂചിപ്പിക്കുന്ന ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട്. പഴയൊരു ടോറസ് ലോറി അവിടെ കിടപ്പുണ്ട്. ക്രഷറിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെ ഇറങ്ങി പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് ഇറങ്ങി വരുന്നത്. KPM എന്നവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് താഴേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ആ സൈഡിലൊക്കെ എന്തൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പാർക്കിംഗ് ഏരിയ കൂട്ടാനുള്ള പണികളാണെന്ന് തോന്നുന്നു. ഇതേ താഴെ കാണുന്നുണ്ട്, അതാണ് വിശാലമായിട്ടുള്ള KPM ഫിഷ് ഫാം. നമ്മൾ ഈ പാറമട കുളം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പാറ പൊട്ടിച്ച് മാറ്റിയ സ്ഥലത്ത് വെള്ളം നിറച്ച് അവിടെ മീനിനെ വളർത്തുന്ന ഒരു സ്ഥലമാണത്. എന്തായാലും പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഫൗണ്ടൻ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും അതിനകത്ത് വെള്ളമൊന്നുമില്ല. ഉണ്ടോ, വിശാലമായിട്ടുള്ള ഒരു കുളമാണത്. ഇതിനകത്താണ് മീനുകളുള്ളത്. ഇതിലൂടെ കൊട്ടവഞ്ചി സഫാരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം, മീനിനെയൊക്കെ തൊട്ടടുത്ത് കാണാം. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ കൊട്ടവഞ്ചി സഫാരിയൊക്കെ നടത്തുന്നുണ്ട്. കല്ലുകൾ കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ് ഉള്ളത്. കൊട്ടവഞ്ചി സഫാരിക്ക് വേറെ അഡീഷണൽ പൈസ നമ്മൾ കൊടുക്കണം കേട്ടോ. അത് ഈ കയറുന്ന പാസിനകത്ത് ഉൾപ്പെടുന്നതല്ല. എന്തായാലും ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ ശരി നല്ല മനോഹരമായിട്ടാണ് കേട്ടോ. രണ്ട് സൈഡിലും പൂച്ചെടികളൊക്കെ വെച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടൂറിസ്റ്റ് വില്ലേജിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗേറ്റ് കടന്ന് മുന്നോട്ട് വരുമ്പോൾ തന്നെ നല്ല ടൈല് വിരിച്ച മനോഹരമായിട്ടുള്ള പാതകളാണ്. രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് രണ്ട് സൈഡും കാണാനായിട്ട്. വെച്ചിരിക്കുന്നതൊക്കെ ലൈറ്റുകളാണെന്ന് തോന്നുന്നു. വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ LED ലൈറ്റൊക്കെ ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോഴിവിടെ എന്തൊക്കെയോ റെനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ചേട്ടൻ ഒന്ന് ചെടിച്ചട്ടി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. സന്ധ്യാസമയത്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. മീനെ പിടിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി 2-3 മീനുകൾ കിടപ്പുണ്ടല്ലോ. ഇതെന്ത് മീനാണെന്ന് പറയാൻ എനിക്കറിയില്ല. അനങ്ങാതെ കിടക്കുന്ന നോക്കിയ മീനുകൾ 3 എണ്ണം ഉണ്ട്. ഇതാണ് കൊട്ടവഞ്ചി സഫാരി നടത്തുന്ന മീനുകളൊക്കെയുള്ള ആ ഒരു ഫിഷ് ഫാം. അവിടെ ആൾക്കാരൊക്കെ ഫിഷ് ഫാമിൽ കൊട്ടവഞ്ചി സഫാരി നടത്തുന്നുണ്ട്. ആ പാറയുടെയൊക്കെ പൊക്കം നോക്കി, എത്രയും പൊക്കത്തിൽ പാറ പൊട്ടിച്ച് മാറ്റുകയാണ് അവിടെ നിന്നല്ലേ. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഫിഷ് സ്പാ. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകം ടോക്കൺ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറുക. അപ്പം നമ്മുടെ കാല് ആദ്യമേ പുറത്തൊരു എന്തോ കെമിക്കൽ ഒഴിച്ച് എന്തോ ഒരു ലൈനുണ്ട്, അതിനകത്ത് കാല് കഴുകിയിട്ട് വേണം നമ്മൾ സ്പാ ചെയ്യാൻ വേണ്ടി നമ്മുടെ കാല് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കാനായിട്ട്. ഒരു പക്ഷേ നമ്മുടെ കാല് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇവിടെ കസേരയിൽ നമ്മൾ നമ്മുടെ കാല് വെള്ളത്തിലേക്ക് ആക്കിയിട്ടിട്ട് ഇരിക്കുക. അപ്പോൾ മീനുകൾ വന്ന് നമ്മുടെ കാലിൽ കടിക്കും. അതാണ് ഫിഷ് സ്പാ എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ഈ പുഴയിലൊക്കെ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാല് വന്ന് മീൻ കൊത്തത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഞാനൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് ആറ്റിൽ നമ്മൾ അലക്കല്ലിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാല് താഴേക്ക് വെള്ളത്തിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ ഇങ്ങനെ വന്ന് നമ്മുടെ കാലെ കുത്തുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൊരു പരിപാടി. അതാണ് ഫിഷ് സ്പാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടോ എന്തേരം മീനാണ് വന്ന് കൂടിയിരിക്കുന്നത് നോക്കി. എന്തായാലും അവരവിടെ ഇരുന്ന് ഫിഷ് സ്പാ ചെയ്യുവാണ്. എനിക്കൊന്ന് 1/2 മണിക്കൂറാണ് അതിൻ്റെ സമയമെന്ന് തോന്നുന്നു. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ വേറെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വെർച്വൽ റിയാലിറ്റി ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണത്.
അതിനൊക്കെ സെപ്പറേറ്റ് പൈസയാണ്. നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ഫീസിൽ ഇതൊന്നുമില്ല കേട്ടോ, അത് എൻട്രൻസിന് വേണ്ടി മാത്രമുള്ള ഫീ ആണ്. ഇനി ഈ ഏരിയ ഉണ്ട്, ഒരുപാട് ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലുമേ അവർക്കെല്ലാം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ. ഇനി ഈ ഭാഗത്ത് വാഷ്റൂമുണ്ട്, ടോയ്ലറ്റ് വാഷ്റൂമൊക്കെ ഏരിയയിലാണുള്ളത്. പിന്നെ ഇവിടെ തന്നെ കുറച്ചധികം പക്ഷികളുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള കുറേ പക്ഷികളും മുയലുകളെയൊക്കെ ഇവരിവിടെ കൂട്ടിലിട്ട് വളർത്തുന്നുണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ കാണാനായിട്ട് ഭയങ്കര കൗതുകമായിരിക്കുമല്ലോ. ഉണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള കുറേ പക്ഷികൾ. ഇതിൻ്റെ എല്ലാത്തിനും ഒന്നും പേര് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിന് നമ്മൾ കൾഗമാണെന്ന് തോന്നുന്നല്ലേ, നമ്മളിതിന് കൾഗം എന്നല്ലേ പറയുക, കോഴിപ്പൂവൻ. എന്നാൽ പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പിള്ളേർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും, ഈ പക്ഷികളെയൊക്കെ ഇങ്ങനെ കണ്ടു നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്നും താഴേക്ക് വീണ്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടവഞ്ചി സഫാരി നടത്തുന്ന സ്ഥലത്തേക്കാണ് എത്തുക. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ കൊട്ടവഞ്ചി സഫാരി നടത്തുന്ന സ്പോട്ടിലേക്കാണ് എത്തുന്നത്. അങ്ങോട്ടേക്ക് വഴി കണ്ടു, നല്ല ചെടിച്ചട്ടിക്ക് വെച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ടോക്കൺ നമ്മൾ എടുക്കണം. മീനിനെ പിടിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മീനിനെ പിടിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് പിടിച്ച് എടുത്തുകൊണ്ട് പോകരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ കൊട്ടവഞ്ചി സഫാരിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിന് തീറ്റ കൊടുക്കാം. കൊട്ടവഞ്ചിയിൽ കയറി ഇരുന്നിട്ട് മീനിന് തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനെ നമുക്ക് കൈകൊണ്ട് വേണം തൊടാം. ഈ മീനുകളെല്ലാം കൂടെ തീറ്റ എടുക്കാനായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ വരില്ല. അപ്പോൾ നമുക്ക് ആ മീനുകളെ റിയലായിട്ട് തൊടാനായിട്ട് പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് പോകുന്നത്. അത് മനോഹരമായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമുക്ക് ആ മീനെ കളർഫുള്ളായിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് വലത്തോട്ടുള്ള വഴി കൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ വഴി കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നോക്കി ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ പാറ പൊട്ടിച്ചിറങ്ങിയേക്കുന്നതുണ്ടോ, എന്തുമാത്രം ആഴത്തിലാണ്. എന്തേരം പാറ ഇവിടുന്ന് പൊട്ടിച്ച് കയറി പോയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും താഴ്ന്ന് വരണമെന്നുണ്ടെങ്കിൽ. എന്നാലും സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു കുളിർമ തരുന്നൊരു ഫീലാണ്. എനിക്കൊന്ന് ഈവനിങ് ആയിരിക്കും ഏറ്റവും നന്നായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അവിടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ഇവിടെ ഭയങ്കര വോളിയത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാറമട ഏരിയ ഫുള്ള് നമുക്ക് ആ പാട്ട് ഇങ്ങനെ കേൾക്കാം. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ബസ് നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ ഇവിടെ പാട്ട് വെക്കാം, ഡാൻസ് ചെയ്യാം. അങ്ങനെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ പിള്ളേർക്ക് ചാടാനുള്ള സാധനം. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. ഇത്രയും പരിപാടികൾ ഇതിനകത്ത് ചെയ്തു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നൊക്കെ ഒരു ബസ് നിറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ചെടികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് കയറിപ്പോവാം. ഇത് ഒരു ചെറിയ പാലം പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, KPM എന്നൊക്കെ എഴുതിയിട്ട്. ഇതിന് അങ്ങേ അറ്റത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ഹട്ട് പോലെ ഒരു സംഭവമുണ്ട്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിഷ് ഫാമിങ്ങിലുള്ള ആൾക്കാർ കൊട്ടവഞ്ചി സഫാരി നടത്തുന്നതൊക്കെ നമുക്ക് കാണാം. വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇവിടെ എല്ലാം പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് ഒരു ഉച്ച സമയത്താണ്, അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. അതുകൊണ്ട് നമ്മൾ കൊട്ടവഞ്ചി സഫാരിക്ക് വേണ്ടിയിട്ട് അതിൽ നമ്മൾ കയറിയില്ല. എന്നാലും ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. ഈ ലൈറ്റും ഒക്കെ ഇട്ട് നല്ല കാറ്റും ആ വെയിലൊക്കെ മങ്ങിയിട്ടിരിക്കുന്ന ഒരു ആംബിയൻസ് അടിപൊളിയായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവിടെ പോയിരുന്ന നല്ല വെയിലാണ്. ഞാൻ പറഞ്ഞ രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ആ ബെഞ്ചിലിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കില്ലേ. ഇവിടെ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ തണലിൽ നമുക്കിരിക്കാം. ഇവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ കെട്ടിതൊക്കെ വെച്ചിട്ട് ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ ചീനവല പോലത്തെ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് അവിടേക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ അതിലേക്ക് വന്ന് കയറും. അപ്പോൾ ഇത് പൊക്കിയാൽ മീനെ നമുക്ക് പിടിക്കാൻ പറ്റും. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. വെയിലൊന്നുമില്ല, അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നട പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിലിരിക്കാം, ഇരുന്ന് ആ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം നിലവിലാരും ഇവിടെ കൊട്ടവഞ്ചി സവാരി നടത്തുന്നൊന്നുമില്ല. നമ്മൾ വന്നപ്പോൾ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അവർ കയറി പോയെന്ന് തോന്നും. നല്ല വെയിലാണ്, നമ്മൾ ഉച്ച സമയത്താണല്ലോ വന്നത്, അതുകൊണ്ടേ. എന്നാലും ഇവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. കാരണം വെയിലൊന്നും ഒട്ടും ഉണ്ടാവത്തില്ല, നല്ല കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ആ മീനുകളെ പൊങ്ങി ചാടുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. അത് മീനുകളാണ് ഇങ്ങനെ പൊങ്ങി അവിടെ ഉണ്ടോ വെള്ളത്തിൽ.
ഇവിടെ ചെറിയൊരു ഹട്ട് പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കസേരയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ഇതുണ്ടോ, ഈ മരത്തിൻ്റെ ചുവട്ടിൽ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട്. ആ പാറമടയുടെ ആഴം കണ്ടോ, എന്തേരം പൊക്കത്തിൽ നിന്നാണ് പാറ പൊട്ടിച്ച് വന്നിരിക്കുന്നതെന്ന്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതേ മനസ്സിനൊരു റിലാക്സേഷനാണ്. കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മളതിൻ്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭീമാകാരമായ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നു. എന്തേരം പൊക്കത്തിൽ നിന്നാണ്. ഈ മഴക്കാലത്ത് അതിന് മുകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ച് താഴേക്ക് ഇറങ്ങുമായിരിക്കില്ലേ, ചെറിയ സ്ട്രീം പോലെ. കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും അപ്പോൾ അല്ലേ. അപ്പോൾ വാഗമണിലേക്ക് വരുന്ന സഞ്ചാരികൾ സ്ഥിരമായി കാണുന്ന സ്പോട്ടുകൾ കണ്ടു മടങ്ങാതെ ഈ KPM ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഇതിനകത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഫിഷ് ഫാമിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്കത് പാകം ചെയ്തു തരും. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് KPM ഫിഷ് ഫാം എന്നുള്ളത്. അപ്പോൾ വാഗമണിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് വാഗമൺ ഉപ്പുതറ റൂട്ടിലുള്ള KPM ഫിഷ് ഫാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.